അത് വെറും പ്രസാദമായിരുന്നു. നിങ്ങളെ പോലെ ഈ ഒരു കമ്പനിയിലേക്ക് ഞാൻ കടന്നു വന്നത് 2014 സെപ്റ്റംബറിലാണ്. 2014 സെപ്റ്റംബർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പൊ 2024 ഓഗസ്റ്റ് ആണ്. അടുത്ത മാസത്തോട് കൂടി ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഈ ഒരു കമ്പനിയോടൊപ്പം 10 വർഷം കംപ്ലീറ്റ് ആവാൻ പോവുകയാണ്. 10 വർഷം എന്ന് പറയുന്നത് ഒരു വലിയ കാലയളവാണെന്ന് പറയാൻ പറ്റൂ? തീരെ ചെറിയ കാലയളവല്ല. കാരണം നമുക്കറിയാം ഒരുപക്ഷെ നമുക്കൊക്കെ ചുറ്റുമുള്ള ഒരുപാട് ആളുകൾ 25 വർഷം 30 വർഷമൊക്കെ ഗൾഫിലൊക്കെ പോയി ജോലി ചെയ്ത ആളുകളുണ്ടാവും. 25-30 വർഷം സർക്കാർ ജോലിയൊക്കെ ചെയ്ത് റിട്ടയർമെന്റ് എടുത്ത ആളുകളും ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ തന്നെ പല ചെറുകിട കച്ചവടമൊക്കെ ചെയ്ത് 25-30 വർഷമായിട്ട് കച്ചവടം ചെയ്യുന്ന ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 10 വർഷം എന്ന് പറയുന്നത് അത്ര വലിയൊരു കാലയളവാണ് എന്ന് പറയാൻ പറ്റൂ? എന്നാൽ ആ ഒരു 10 വർഷം കൊണ്ട് ഒരു തികച്ചും സാധാരണക്കാരനായ ഒരു വ്യക്തി, ഒരുപക്ഷെ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണക്കാരനെന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ ബിസിനസ്സിൽ വരുമ്പോൾ. കാരണം എന്റെ സ്വന്തം സ്ഥലം വയനാടാണ്, മാനന്തവാടിയാണ് സ്വദേശം. പക്ഷെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ ഈ ബിസിനസിന്റെ ഡെവലപ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും കണക്കിലെടുത്ത് ഫാമിലിയായിട്ട് തൃശ്ശൂർ സെറ്റിൽഡ് ആണ്. അപ്പോ ഈ ബിസിനസ്സിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾ പലർക്കൊക്കെ അറിയുന്നത് പോലെ ഞാനൊരു സാധാരണ കൃഷിക്കാരനായിരുന്നു. എന്റെ ഡിഗ്രി വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് നല്ല മാർക്കോട് കൂടി ഡിഗ്രി പാസ്സായ ഒരു വ്യക്തിയാണ്. എന്റെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ ഫാമിലി എന്ന് പറഞ്ഞാൽ മൊത്തം എംപ്ലോയീസ് ബാക്ക്ഗ്രൗണ്ട് ആണ്. ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ അവിടുത്തെ HM തന്നെ എന്റെ അച്ഛൻ്റെ ഏട്ടനായിരുന്നു. പഠിപ്പിച്ച ടീച്ചർമാർ മൊത്തം എന്റെ അച്ഛന്റെ മരുമക്കളും എന്റെ ആന്റിയും അങ്കിളും ഒക്കെയാണ്. അതുകൊണ്ട് ചെറുപ്പം മുതലേ ഏറ്റവും കൂടുതൽ കേട്ടു വളർന്ന ഉപദേശം, മക്കളെ നന്നായി പഠിക്കണം, നല്ല മാർക്ക് മേടിക്കണം, നല്ല ജോലി സമ്പാദിക്കണം, നന്നായി ജീവിക്കണം. ഇത് തന്നെയല്ലേ നിങ്ങളൊക്കെ